2025 മെയ് മാസം 7-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള കർദിനാൾ തിരുസംഘത്തിൻ്റെ കാർഡിനൽ കോളേജിൻ്റെ ഏറ്റവും അവസാനത്തെ ജനറൽ കോൺഗ്രിഗേഷൻ 12ാമത്തെ ജനറൽ കോൺഗ്രിഗേഷൻ ഇന്ന് വത്തിക്കാനിൽ നടക്കുകയുണ്ടായി. 173ഓളം കാർഡിനൽസാണ് ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷനിൽ പങ്കെടുത്തത്. അതിൽ 130ഓളം പേർ മെയ് 7-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുത്ത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ള കാർഡിനൽസാണ്. രാവിലെ 9 മണിയോടുകൂടി തന്നെയാണ് ഈ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിംഗ് ആരംഭിച്ചത്. 26ഓളം കാർഡിനൽസ് വിവിധ വിഷയങ്ങളിൽ തങ്ങളുടെ ആശയങ്ങൾ, തങ്ങളുടെ ചിന്തകൾ ഏറ്റവും അവസാനത്തെ ഈ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ പങ്കുവയ്ക്കുകയുണ്ടായി. വ്യത്യസ്തമായിട്ടുള്ള പല വിഷയങ്ങളും മുൻ ജനറൽ കോൺഗ്രിഗേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല വിഷയങ്ങളും ഇന്നത്തെ ആ ഒരു യോഗത്തിൽ ചർച്ച ചെയ്തതായി വത്തിക്കാൻ്റെ പ്രസ് ഡയറക്ടർ മാറ്റയോ ബ്രൂണി അറിയിച്ചു. പ്രധാനമായും എടുത്തു പറയേണ്ടത് അടുത്ത മാർപ്പാപ്പയെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ, അടുത്ത മാർപ്പാപ്പ ആരായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലെ ആ ഒരു സവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടയനെടുത്ത ആ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ഗൗരവമായിട്ടുള്ള ചിന്തകളും ചർച്ചകളും ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ഉണ്ടായി. ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ, അത് ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത, പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചില പരിഷ്കാരങ്ങൾ, ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ദുരുപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾ, ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ, റോമൻ കൂരിയുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികൾ, സിനഡാലിറ്റി, സമാധാനം സംജാതമാക്കുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വഹിച്ച പങ്ക്, അദ്ദേഹം കൊണ്ടുവന്ന ചില നടപടികൾ, അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, ഒപ്പം തന്നെ സൃഷ്ടിയുടെ പരിപാലനം, ലൗദാത്തെ സി പോലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനോഹരമായിട്ടുള്ള ചാക്രിക ലേഖനങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം സൃഷ്ടിയുടെ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച ആ ഒരു റിഫോംസ് അല്ലെങ്കിൽ ആ ഒരു പരിഷ്കാരങ്ങൾ, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റി ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം അടുത്ത ഒരു മാർപ്പാപ്പയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു ഇടയനെടുത്ത അദ്ദേഹത്തിൻ്റെ പരമാചാര്യ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റിയും ചില ചർച്ചകളും ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ യുദ്ധങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. വളരെയധികം ഒരു പോളറൈസ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ ലോക ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ വരാൻ പോകുന്ന ഒരു മാർപ്പാപ്പ, ഹി ഷുഡ് ബി എ പോപ്പ് ഓഫ് മേഴ്സി, പോപ്പ് ഓഫ് സിനഡാലിറ്റി, പോപ്പ് ഓഫ് ഹോപ്പ്, ഒരു കരുണയുടെ മാർപ്പാപ്പയായിരിക്കണം, ഒരു സിനഡാലിറ്റിയുടെ മാർപ്പാപ്പയായിരിക്കണം, ഒരു പ്രത്യാശ നൽകുന്ന, ഒരു പ്രതീക്ഷ നൽകുന്ന, ലോകത്തിന് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു മാർപ്പാപ്പയായിരിക്കണം ഭാവിയിലെ വരാൻ പോകുന്ന 267ാമത്തെ മാർപ്പാപ്പ എന്ന ചിന്തകളും കാർഡിനൽസ് ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഒപ്പം മറ്റ് ചില വിഷയങ്ങൾ കൂടി ഇന്നത്തെ മീറ്റിങ്ങിൽ ചർച്ചയായി. ഉദാഹരണം പറയുകയാണെങ്കിൽ കാനൺ നിയമത്തെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ, മാർപ്പാപ്പയുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ, ഒപ്പം തന്നെ സഭയിൽ കാർഡിനൽസിൻ്റെ ഒരു പങ്കിനെ പറ്റിയും ചില ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി. ഒപ്പം നമുക്കറിയാം ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ അടുത്തു വരുന്നു. ഒപ്പം തന്നെ ലോക പാവങ്ങളുടെ ഒരു ദിനം അടുത്തു വരുന്നു. അതിനെപ്പറ്റിയുള്ള ചില ചർച്ചകളും ഈ ഒരു ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വിശ്വാസത്തിന് വേണ്ടി ജീവൻ വെടിയേണ്ടി വന്ന രക്തസാക്ഷികളെക്കുറിച്ചും അവർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ചും ഒക്കെ ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും ചില ആശയങ്ങളും ചില ചിന്തകളും ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച കാർഡിനൽസ് പങ്കുവയ്ക്കുകയുണ്ടായി. ഏകദേശം 26ഓളം കാർഡിനൽസിനാണ് ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. ഒപ്പം തന്നെ നിക്കിയ കൗൺസിൽ അതിൻ്റെ 1700ാം വാർഷികം അടുത്തു വരികയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നിക്കിയ കൗൺസിലിനോടനുബന്ധിച്ച് തുർക്കിയിലേക്ക് സന്ദർശനം നടത്തും എന്നൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച ചില കാര്യങ്ങൾ, നിക്കിയ കൗൺസിൽ, ഒപ്പം തന്നെ ഈസ്റ്റർ ഡേറ്റ്, അതിനെ സംബന്ധിച്ച ചില ചർച്ചകളും ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് വത്തിക്കാനിൽ നടന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു പരമാചാര്യ കാലഘട്ടത്തിലെ ആ ഒരു മോതിരം, ഒപ്പം തന്നെ ആ ഒരു സീല്, അത് അസാധുവാക്കുന്ന, അത് ഒരു വോയിഡ് ആക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് ജനറൽ കോൺഗ്രിഗേഷൻ മധ്യേ ഇന്ന് നടക്കുകയുണ്ടായി. അത് കത്തോലിക്ക സഭയുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം ആയിട്ടാണ് അത്തരമൊരു ചടങ്ങ് നടക്കുന്നത്. കാരണം ഒരു ദുരുപയോഗം നടക്കാതിരിക്കുവാൻ വേണ്ടി ആ സീലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മോതിരവുമായി ബന്ധപ്പെട്ട് ഒരു ദുരുപയോഗം നടത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്
ആ ഒരു മോതിരം അല്ലെങ്കിൽ ആ ഒരു സീല് വോയിഡാക്കുന്ന ആ ഒരു ചടങ്ങ്, ഒരു നള്ളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അസാധുവാക്കുന്ന ആ ഒരു ചടങ്ങ് ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിങ്ങിൽ നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വത്തിക്കാൻ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 12:30 കൂടി തന്നെയാണ് ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിംഗ് സമാപിച്ചത്. ഇനി കോൺക്ലേവിന് മുമ്പ് ഒരു ജനറൽ കോൺഗ്രിഗേഷൻ മീറ്റിംഗ് ഉണ്ടാവുകയില്ല എന്ന് വത്തിക്കാൻ്റെ പ്രസ് ഡയറക്ടർ മറ്റേയോ ബ്രൂണി മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതെല്ലാം സമയത്ത് നമുക്ക് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ചിമിനിയിൽ നമുക്ക് ആ ഒരു പുക കാണാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചൊരു ഐഡിയ, ഒരു വിശകലനം വത്തിക്കാൻ്റെ പ്രസ് ഡയറക്ടർ മറ്റേയോ ബ്രൂണി മാധ്യമപ്രവർത്തകർക്ക് നൽകുകയുണ്ടായി. നാളെ നടക്കാൻ പോകുന്ന ചില ചടങ്ങുകളെ പറ്റിയും വത്തിക്കാൻ്റെ പ്രസ് ഡയറക്ടർ മറ്റേയോ ബ്രൂണി മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. രാവിലെ 10 മണിക്ക് പ്രീ കോൺക്ലേവ് മാസ് നടക്കും. വൈകിട്ട് 3:45 കാസ സാന്താ മാർത്തയിൽ നിന്നും കാർഡിനൽസ് തങ്ങളുടെ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് എത്തും. സിസ്റ്റൈൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖലയിലേക്ക് എത്തും. അവിടെ വെച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ പൗളിൻ ചാപ്പലിൽ വിശുദ്ധരോടുള്ള ലുത്തുനിയ ചൊല്ലി അവർ പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വരും. അവിടെ ഓത്ത് ഓഫ് സീക്രസി അവർ എടുക്കും. അതിനുശേഷം കർദിനാൾ കന്തലമാസെ കോൺക്ലേവിന് മുന്നോടിയായിട്ടുള്ള ധ്യാന ചിന്തകൾ കാർഡിനൽസുമായി പങ്കുവയ്ക്കും. പിന്നീട് വോട്ടിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കും. വ്യാഴാഴ്ച രാവിലെ 7:45 കാസ സാന്താ മാർത്തയിൽ നിന്നും കാർഡിനൽസ് അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് എത്തും. സിസ്റ്റൈൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് എത്തും. അവിടെ പൗളിൻ ചാപ്പലിൽ 8:15 കാർഡിനൽസ് ഒരുമിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം 9:15 പ്രഭാത പ്രാർത്ഥനയോടുകൂടി സിസ്റ്റൈൻ ചാപ്പലിൽ വ്യാഴാഴ്ചത്തെ, അതായത് 2ാം ദിനത്തിലെ ആ ഒരു വോട്ടിംഗ് പ്രോസസ്സ് ആരംഭിക്കും എന്നാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും നമുക്ക് ആ ഒരു വെളുത്ത പുക അല്ലെങ്കിൽ കറുത്ത പുക നമുക്ക് ഏതെല്ലാം സമയത്ത് പ്രതീക്ഷിക്കാം എന്നതിനെ പറ്റി ഒരു ഐഡിയ, ഒരു വിശകലനം അദ്ദേഹം തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള എക്സാക്ട് ടൈമിംഗ് അല്ല, എന്നാൽ ആ ഒരു ടൈമിങ്ങിനോട് അടുത്ത്, ആ ഒരു സമയത്തോട് അനുബന്ധിച്ച് നമുക്ക് ആ ഒരു വെളുത്ത പുക അല്ലെങ്കിൽ കറുത്ത പുക നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നാളെ ആദ്യത്തെ ഒരു വോട്ടെടുപ്പ് നടക്കും. അതായത് ആദ്യ ദിനത്തിലെ ആദ്യ വോട്ടെടുപ്പ് നാളെ ആയിരിക്കും നടക്കുക. അതിൻ്റെ ഒരു റിസൾട്ട് ഒരു രാത്രി വത്തിക്കാനിലെ പ്രാദേശിക സമയം രാത്രി 7 മണിക്ക് ശേഷം നമുക്ക് ആ പുകയുടെ രൂപത്തിൽ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ആദ്യഘട്ട വോട്ടിങ്ങിൽ ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ 10:30 നമുക്ക് വെളുത്ത പുക വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിലെ ആ ചിമ്മിനിയിൽ നിന്നും നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനി രാവിലത്തെ വോട്ടിങ്ങിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷം ഇനി ഉച്ചയ്ക്കത്തെ വോട്ടിങ്ങിലും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഉച്ച സമയത്ത് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും പുക ഉയരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 12:30 വത്തിക്കാനിലെ പ്രാദേശിക സമയം 12:30 നമുക്ക് ആ ഒരു പുക നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനി ഉച്ചയ്ക്കത്തെ ആ ഒരു വോട്ടിംഗ് സെഷനിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്ത പുക ദർശിക്കാൻ സാധിക്കും. ഇനി രാവിലെയും ഉച്ചയ്ക്കും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉച്ചയ്ക്ക് വത്തിക്കാനിലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:30 നമുക്ക് ആ ഒരു പുക സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഉച്ച കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഉച്ച കഴിഞ്ഞും ഈ പറഞ്ഞതുപോലെ 2 ഘട്ട വോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ വോട്ടിങ്ങിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വത്തിക്കാനിലെ പ്രാദേശിക സമയം വൈകിട്ട് 5:30 നമുക്ക് വെളുത്ത പുക നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനി ഉച്ച കഴിഞ്ഞുള്ള ആദ്യഘട്ട വോട്ടിങ്ങിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, 2ാം ഘട്ട വോട്ടിങ്ങിലും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വൈകിട്ട് വത്തിക്കാനിലെ പ്രാദേശിക സമയം രാത്രി ഒരു 7 മണിയോടുകൂടി കറുത്ത പുക നമുക്ക് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഉച്ച കഴിഞ്ഞുള്ള 2ാം ഘട്ട വോട്ടിങ്ങിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാത്രി 7 മണിക്ക് നമുക്ക് വെളുത്ത പുകയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഒരു നട്ഷലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, മാർപ്പാപ്പ ഒരു ഘട്ടത്തിലെ വോട്ടെടുപ്പിലും, അതായത് രാവിലെ നടക്കുന്ന വോട്ടെടുപ്പിലും ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഒരു ഘട്ടത്തിലും മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഒരു കറുത്ത പുക നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. രാത്രി 7 മണിയോടുകൂടി കറുത്ത പുക പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് ഒരു ദിവസത്തെ ഒരു വോട്ടെടുപ്പിലും മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് 2 തവണയായിരിക്കും ആ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ നിന്നും പുക ഉയരുന്നത്. അതായത് ഉച്ചയ്ക്ക് 12:30 രാത്രി 7 മണിക്കും. ഇനി മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാവിലത്തെ ആദ്യത്തെ സെഷനിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാവിലെ 10:30 നമുക്ക് ആ ഒരു വെളുത്ത പുക കാണാൻ സാധിക്കും. ഇനി ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് 12:30 നമുക്ക് ആ വെളുത്ത പുക കാണാൻ സാധിക്കും. ഉച്ച
കഴിഞ്ഞുള്ള ആദ്യത്തെ സെഷനിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വത്തിക്കാനിലെ പ്രാദേശിക സമയം വൈകിട്ട് 5:30 ആ വെളുത്ത പുക നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സെഷനിലാണ് വോട്ടിംഗ് സെഷനിലാണ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ രാത്രി 7 മണിക്ക് നമുക്ക് ആ ഒരു വെളുത്ത പുക നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ആ ഒരു ചിമ്മിനിയിലേക്ക് നമ്മൾ ഏതൊക്കെ സമയത്ത് നമ്മുടെ നോട്ടം എത്തണം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ഐഡിയ എങ്ങനെയാണ്. ഇത് ഏകദേശം ഒരു ടൈമിംഗ് ആണ്. കാരണം അതിൻ്റെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു വോട്ടിംഗ് പ്രോസസ്സ് അത് ചിലപ്പോൾ ഡിലേ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ അറൗണ്ട് ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ ഏറ്റവും ലാസ്റ്റായിട്ട് നടന്നത്. 12ഓളം ജനറൽ കോൺഗ്രിഗേഷനാണ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം കാർഡിനൽസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കാർഡിനൽ കോളേജ് ഇന്നത്തെ ജനറൽ കോൺഗ്രിഗേഷനിൽ പങ്കെടുത്ത കാർഡിനൽസ് ഒന്നടങ്കം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുകയുണ്ടായി. പ്രത്യേകിച്ച് യുദ്ധ മേഖലകൾ, യുക്രൈൻ, മിഡിൽ ഈസ്റ്റ് പോലുള്ള മേഖലകളിൽ ഇപ്പോഴും വളരെയധികം ഒരു സംഘർഷം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എത്രയും പെട്ടെന്ന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരു പാർട്ടികളും നീങ്ങണം എന്നതിനെ സംബന്ധിച്ച ഒരു സംയുക്ത പ്രസ്താവന കൂടി കാർഡിനൽസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ജനറൽ കോൺഗ്രിഗേഷനിൽ കാർഡിനൽസിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തോട് ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും കാർഡിനൽസിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ആ ഒരു സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. അപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എത്രയും വേഗം ഈ സംഘർഷഭരിതമായിട്ടുള്ള മേഖലകളിൽ, മിഡിൽ ഈസ്റ്റ്, യുക്രൈൻ പോലുള്ള മേഖലകളിൽ എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തണം എന്നൊരു കാര്യം കൂടി കാർഡിനൽസ് അറിയിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വത്തിക്കാനിലേക്ക് ഉള്ള ആ വഴി, വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള ആ ഒരു വഴിയിലുടനീളം സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി ജനങ്ങളായിരിക്കാം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇവിടെ തടിച്ചു കൂടുന്നത്. അപ്പോൾ സ്ക്രീനിൽ തന്നെ ആ പുക ഉയരുന്ന ആ ദൃശ്യങ്ങൾ എത്രയും വേഗം തന്നെ വിശ്വാസികൾക്ക് കാണുന്നതിനായിട്ടുള്ള സൗകര്യങ്ങൾ, നിരവധി സ്ക്രീനുകൾ ഈ ഒരു ചത്തുരത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ്, ഇത്രയും അപ്ഡേഷൻസാണ് വത്തിക്കാനിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വത്തിക്കാനിൽ നിന്നും ജോർജി ജോസ്, ഷെയ്ക്കിന ന്യൂസ്.